ഹായ്, ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇത്ര നാളും ചെയ്തേക്കൂട്ടൊരു വീഡിയോ അല്ല. ഞാനൊരു പുതിയൊരു ടോയ് കാർ മേടിച്ചിട്ടുണ്ട്, ഒരു RC ഒമിഗ്രേഡ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അയ്യോ, ഇതാണ് നമ്മുടെ സാധനം. നല്ല കനമുണ്ട്, ഒരു 10 കിലോൻ്റെ അടുത്ത് വെയിറ്റുണ്ട്. ഇതാ 1:8 സ്കെയിലിൽ വരുന്ന ഒമിഗ്രേഡ് ആണ്. നമുക്ക് ഇതിനെ ആദ്യം അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ. എന്നാൽ പിന്നെ നമുക്കിത് അൺബോക്സ് ചെയ്താലോ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഞാനും ഇത് കണ്ടിട്ടില്ല, ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യം നൈഫാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു അൺബോക്സ് ചെയ്യുന്നത് ഒരു സാധനം. അപ്പോൾ അതിൻ്റേതായ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം അല്ലേ. നിങ്ങൾ തന്നെ ആദ്യം കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇതാ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ഇതിലേക്ക് വേണ്ട ആഡ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. എന്തൊക്കെയുള്ളതെന്ന് നോക്കണം. ഇതാ ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ്, പിന്നെ യൂസർ മാനുവൽ, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ഐറ്റം ഓപ്പൺ ആകട്ടെ. എടുക്കുവാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടെ നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നുമില്ല, നമുക്കിത് മാറ്റുമോ. ഇതാ നമ്മുടെ RC കാർ. ഇതാ ഇവിടെയാണ് നമ്മുടെ മെയിൻ സാധനം, റിമോട്ട്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താ, ഇതിൽ ആഡ് ചെയ്യാനുള്ള കുറച്ച് ആക്സസറീസും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ചാർജറാണ്. പിന്നെ ഇത് അയക്കാനുള്ള സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ സൈഡിൽ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ്. ഇനി ലാസ്റ്റ് ഇതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുവാണ്. ഇതാണ് നമ്മുടെ സാധനം. എങ്ങനെയുണ്ട്? കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കുന്നത്. ഇത് 1:8 ബ്രഷ്ലെസ് മോട്ടർ, ഓയിൽ സസ്പെൻഷൻ ഒക്കെ വരുന്ന ഒരു ക്ലൈമ്പിംഗ് വണ്ടിയാണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇതിന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. ഇതാ ഇനി ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ഇതെല്ലാം വരുന്നത് ഫുള്ളി മെറ്റലാണ് കേട്ടോ. ഇതാണ് ഫുള്ള് മെറ്റലാണ്. നല്ല കിടിലൻ ടയർ വരുന്നുണ്ട് ഉള്ളിൽ. ഇതിൻ്റെ മോട്ടർ ഇവിടെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നോക്കാം. ഇത് ഓപ്പൺ ആക്കുന്നത് ഇവിടെയാണ്. ഒരു അഡീഷണൽ ഒരു സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇത് ശരിക്കും സ്പ്രിങ്ങാണ്. ഇതാണ്ട് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ മോട്ടർ, ബാറ്ററി ഇവിടെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെയും ഇതിൻ്റെയൊക്കെ കണക്ഷൻസാണ് ഇവിടെ. ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്, കൂളിംഗ് ഫാൻ. ഇത് ഗിയറിൻ്റെ ആണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ്. ഒന്ന് അടുപ്പിച്ച് കാണിക്കാമോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ അടയ്ക്കാം. ഇതാ ഇട്ടോ, അടഞ്ഞു, കഴിഞ്ഞു. ഇതിൻ്റെ ഇവിടെ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്ക്രൂ വരുന്നുണ്ട്, സ്പീഡിൽ പോകുമ്പോൾ തുറന്നു പോരാണ്ടിരിക്കാൻ. അതും കൂടെ നമുക്ക് ഇടാം. ഓക്കെ,
ഇനി ഇതിൻ്റെ ഓണാക്കുന്ന സ്വിച്ച് ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സാധനം ഓണായി, നമ്മുടെ വണ്ടി ഓണായി. ഇനി റിമോട്ട്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം റിമോട്ട് വരുന്നത്. ഇതിനകത്ത് ക്രൂയിസ് കൺട്രോള്, പിന്നെ ഇത് ഡിഫറൻഷ്യൽ ലോക്ക്, അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വീല് എത്ര ഡിഗ്രി തിരിയണം, അങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റപ്പ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ബാറ്ററി ഉണ്ട് നോക്കാം. ഇല്ല, ഇതിൽ ബാറ്ററി ഇല്ല, 3 ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് 3 ബാറ്ററി അടുത്തുണ്ട്. ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാറ്ററി ഇട്ടിട്ടുണ്ട്. ആദ്യം റിമോട്ട് ഓണാക്കിയിട്ട് വണ്ടി ഓണാക്കാവുള്ളൂ എന്നുണ്ട് ChatGPT പറഞ്ഞു തന്നെ. നമുക്ക് എന്താണ് വണ്ടി ആദ്യം ഓഫാക്കാം, എന്നിട്ട് റിമോട്ട് ഓണാക്കിയിട്ട് ബാറ്ററി ഓണാക്കാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. ഇനി ഇതാ റിമോട്ട് ഓണാക്കാം. ഇവിടെയാണ് റിമോട്ട് ഓണാക്കുന്ന സ്വിച്ച്. റിമോട്ട് ഓണായിട്ടുണ്ട്. ഇനി വണ്ടി ഓണാക്കാം. ഓക്കെ, വണ്ടി ഓണായിട്ടുണ്ട്. ഇതാ നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ വീൽ റേഡിയസ് ഇത്രയുണ്ട് മാക്സിമം. ഇതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ കുറഞ്ഞു വരും. ഇതുണ്ടോ, നമുക്ക് മാക്സിമത്തിലേക്ക് വെക്കാം. അപ്പോൾ നല്ല ഒടിവ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഓടിച്ച് കാണിക്കാം. നമുക്ക് പുറത്ത് ഇറക്കിയിട്ട് പുറത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആണ്, ഇത്രയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ ഇനി മുമ്പോട്ടുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെ മേടിക്കാം, എവിടുന്ന് കിട്ടും, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണലി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.